ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷോൺ ജോർജ്, താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഈ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടലിലേക്ക് പോലും വഴിവെക്കുന്ന കാരണങ്ങളും നീക്കങ്ങളും ഉണ്ടാവുന്നത്. കോടതി വിധിയോട് താങ്കളുടെ ആദ്യ പ്രതികരണം? നീതി നടപ്പിലായി. തീർച്ചയായിട്ടും കോടതിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിലും അതിലുപരി ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയിലും എനിക്ക് ഏറെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? കാരണം ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് പറഞ്ഞതും എന്റെ അവിടെ നിൽക്കുന്ന അഭിഭാഷകരിൽ നിന്ന് പറഞ്ഞ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. ഓർഡർ, ഡീറ്റെയിൽഡ് ഓർഡർ മിക്കവാറും കുറച്ച് സമയം എടുക്കുമല്ലോ. അതെ, എന്നിരുന്നാൽ പോലും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുത്, അതിന് കൃത്യമായ കോടതി നിർദ്ദേശം ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ പോലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അല്ല, ഇതൊരു ഇടക്കാല വിധിയല്ലേ, ഇതിന്റെ തുടർ നടപടി ഉണ്ടാവില്ലേ കോടതിയിൽ ഇനി? അല്ല, ഞാനൊരു കാര്യം, കഴിഞ്ഞ ദിവസവും അറസ്റ്റ് ഉണ്ടാകരുന്നൊരു വിധിയില്ല. അത് മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. കാരണം ഓപ്പൺ കോർട്ടിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് SFIO പറഞ്ഞു. അതല്ലാതെ അന്നത്തെ നിങ്ങളുടെ ഡെയിലി ഓർഡർ എടുത്ത് നോക്കിയാൽ ആ കോടതിയുടെ ഡെയിലി ഓർഡറിൽ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവില്ല. ഇതുവരെയും അങ്ങനെ ഒരു ഉത്തരവില്ല. നേരത്തെ ഷോൺ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു സജിത്ത്, ഷോണിനോട് ചോദിക്കാമെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും സഹായം എക്സാലോജിക്കിന്റെ ഹർജിക്ക് കർണാടക ഹൈക്കോടതി കിട്ടിയിരുന്നു? മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് 2 ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ കേസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരുണ്ടായിരുന്നു. അതായത് ഇതിൽ മകളുടെ കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലും ഉണ്ടാവുന്നു എന്നാണോ? തീർച്ചയായിട്ടും. സർക്കാർ സംവിധാനം, മുഖ്യമന്ത്രിയുടെ തന്നെ ഇടപെടലുണ്ടല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ. KSIDC കൊണ്ട് ഇവിടെ കൊടുത്ത ഹർജിയുടെ പകർപ്പല്ലേ അവിടെ കൊണ്ട് കൊടുത്തത്. പേര് മാത്രമല്ല, KSIDC മാറി അത് നേരെ അപ്പുറത്തോട്ട് വന്നപ്പോൾ കൂടുതൽ പ്രഗത്ഭരായ അഭിഭാഷകരെ കൊണ്ട് ഇറക്കി എന്നല്ലാതെ ഇവിടെ KSIDC കൊടുത്ത അതേ റിട്ടല്ലേ എക്സാലോജിക്ക് ബാംഗ്ലൂർ കൊടുത്തത്. ഈ മാത്യു കുഴൽനാടൻ, കോൺഗ്രസ് നേതാവ് അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പകപോക്കുന്നു എന്ന ആരോപണം നിലനിൽക്കില്ല എന്ന്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു ഔദ്യോഗിക നിലപാട് ഇതുവരെ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും കുഴൽനാടൻ അങ്ങനെ പറയുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ BJPയുടെ ഭാഗമായി നിൽക്കുമ്പോൾ താങ്കളുടെ ഇടപെടലാണ് ഇത്തരം കാര്യങ്ങളിലേക്കുള്ള വഴിവെച്ചത്. അപ്പം രാഷ്ട്രീയപരമായ പക തീർക്കലാണ് അന്വേഷണം എന്ന വാദം നിലനിൽക്കില്ല, അങ്ങനെ തന്നെയാണല്ലേ? ഇന്ന് ആരൊക്കെയാണ് കക്ഷികൾ? വീണ വിജയനും എക്സാലോജി കമ്പനിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമാണ് ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതിയുടെ മുമ്പിലുള്ളൂ അല്ലേ? അവിടെ ഷോൺ ജോർജ് ഇല്ല, പിണറായി വിജയൻ ഇല്ല, മറ്റാരുമില്ല. എന്നിട്ട് ആ കോടതി വിധി തള്ളിയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയാണ് പൊളിറ്റിക്കൽ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുള്ളത്? അവിടെ ഇതാരുമില്ലല്ലോ. ഷോൺ ജോർജിന് കർണാടകയില് അതിന് മാത്രം സ്വാധീനമുള്ള മനുഷ്യനൊന്നുമല്ല ഷോൺ ജോർജ്. കർണാടക ഹൈക്കോടതിയെ സ്വാധീനിക്കാൻ മാത്രം അങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന ഒരു സംവിധാനമല്ല ഇന്ത്യൻ ജുഡീഷ്യറി. ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ കൂടി ചോദിക്കുകയാണ്, ഇതിന്റെ തുടർ നിയമ നടപടികളുടെ സാധ്യത എത്രമാത്രമാണ് നിൽക്കുന്നത്? കാരണം ഇതൊരു ഹൈക്കോടതി വിധിയാണ് ഉണ്ടായത്. KSIDCയുടെ ഹർജി ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ നിൽക്കുന്നു. സുപ്രീം കോടതി ഈ വിഷയത്തിലേക്കുള്ള ഇടപെടൽ ഇപ്പം ഈ കക്ഷികൾക്ക് സുപ്രീം കോടതിയിലേക്ക് പോയാൽ അതിന്റെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ടാവും? SFIO എന്ന് പറയുന്ന ഏജൻസി, പ്രത്യേകിച്ചും എക്കണോമി, ഒരു 10 വർഷം മുമ്പുള്ള ഒരു സംവിധാനമല്ല നമ്മുടെ എക്കണോമിയിൽ. ആയിരക്കണക്കിന് കോർപ്പറേറ്റ് എൻറ്റിറ്റികളുള്ള ഒരു രാജ്യമാണ്. അത്രയേറെ കോർപ്പറേറ്റ് ഫ്രോഡുകൾ നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ SFIO പോലെ ഏജൻസിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ഈ മേഖലയുടെ വളർച്ച കണ്ടുകൊണ്ട് ഈ മേഖലയിൽ കൃത്യമായ നിരീക്ഷണവും ഇടപെടലും അന്വേഷണവും സർക്കാർ നടത്താൻ വേണ്ടിയാണ് 2013 കമ്മ്യൂണിസ്റ്റ് ആക്ടിൽ SFIO എന്ന് പറയുന്ന ഏജൻസി രൂപീകരിച്ചത്. അപ്പോൾ അതിന്റെ അന്വേഷണത്തെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു സമീപനം ഒരിക്കലും കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല. അത് ഈ രാജ്യത്തിന്റെ എക്കണോമിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് എവിടെ പോയാലും SFIOട് അന്വേഷണത്തിന്റെ സ്റ്റേജിൽ അല്ല, അന്വേഷണം കഴിഞ്ഞ് അല്ലെങ്കിൽ അറസ്റ്റ് കഴിഞ്ഞ് ജാമ്യം മറ്റത്ര കാര്യങ്ങളൊക്കെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും. പക്ഷേ അന്വേഷണത്തിന്റെ സ്റ്റേജിൽ ഇവരെവിടെ പോയാലും കോടതി ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ. താങ്കൾ കൂടുതൽ വിവരങ്ങൾ SFIOയ്ക്ക് നൽകിയെന്ന് താങ്കൾ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. KSIDCയുടെ കൂടുതൽ പങ്ക് വെളിവാക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ഞാൻ ഇന്ന് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും കോപ്പി SFIOയ്ക്ക് നൽകിയിട്ടുണ്ട്. താങ്കൾ പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയിൽ എന്ന്. അത് KSIDCക്ക് വേണ്ടി ഹൈക്കോടതി കേസ് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് ആളുകൾ പോയിട്ടുണ്ടെന്നാ പറഞ്ഞു.
ഈ KSIDCക്ക് വേണ്ടി KSIDC കക്ഷി ആയതുകൊണ്ടാണോ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് KSIDCയെ സംരക്ഷിക്കാനാണോ എക്സാലോജിക്കിന്റെ ഡയറക്ടറെ സംരക്ഷിക്കാനാണോ കൂടുതൽ താല്പര്യമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഷോൺ, ഒരു കാര്യം കൂടി, അതായത് ഈ കേസിൽ മാസപ്പടി വിവാദത്തിൽ നിന്നാണ് ഇങ്ങനെ അന്വേഷണം ഇവിടം വരെ എത്തുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം, കേരളത്തിലെ കരിമണൽ ഇടപാടുകൾ പല ഘട്ടങ്ങളിലായി നമ്മൾ വിവാദമായി ചർച്ച ചെയ്തതാണ്. പിന്നീട് കുറെ നാളുകളായി ചർച്ചയില്ലാതെ നിന്നപ്പോഴാണ് മാസപ്പടി ഇനത്തിൽ ഇങ്ങനെ CMRL കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ തുക വാങ്ങിയെന്ന കാര്യം പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ SFIO അന്വേഷണത്തിൽ കേരളത്തിലെ കരിമണൽ ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം നീളും, അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? എന്റെ പരാതി തന്നെ അതാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്, ഇവിടെ മുഖ്യമന്ത്രിയോ മകളോ ഇപ്പൊ മേടിച്ചിരിക്കുന്ന കാശോ അല്ല, അതിനപ്പുറത്ത് കേരള സംസ്ഥാനത്തെ ഗൾഫ് രാജ്യത്തെക്കാൾ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ സമ്പത്തായ ധാതുമണൽ കാലാകാലങ്ങളായി 2-3 പതിറ്റാണ്ടുകളെ കൊള്ളയപ്പെടുകയാണ്. അത് കൃത്യമായി മൈനിങ്ങിന്റെ പരിധിയിൽ ഉണ്ടാകണം. അത് സർക്കാർ കൃത്യമായി മൈൻ ചെയ്യണം. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കാത്ത രീതിയിൽ മൈൻ ചെയ്യണം. കേരള സംസ്ഥാനത്ത് ഇന്നുണ്ടായ കടബാധ്യതയൊക്കെ നിസ്സാര ദിവസം കൊണ്ട് വീട്ടാൻ കഴിയും. അത്രയും വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ സ്വത്താണ്, കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കരിമണൽ. അതിലേക്കും അവിടെ ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കിയ ഈ കേസ് അവസാനിക്കും. അത് മുഖ്യമന്ത്രിയെ പ്രതിയാക്കുക എന്നുള്ളത് മാത്രമല്ല ഈ കേസിന്റെ ഉദ്ദേശം. ശരി, വളരെ നന്ദി ഷോൺ ജോർജ്. ഷോൺ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ